ഓവനോ ബീറ്ററോ എയർ ഫ്രയറോ ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു അലൂമിനിയം കുക്കറിൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈസ്റ്ററിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് വേണം. ഒരുപാട് ചൂടാകാൻ പാടില്ല. നമ്മുടെ വിരൽ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ അറിയാൻ പാടുള്ളൂ. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര നല്ലതുപോലെ മിക്സ് ചെയ്യണം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് പാല് വേണ്ട എങ്കിൽ യോഗേർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. യോഗേർട്ടാണെങ്കിലും ഇതേ അളവ് യോഗേർട്ട് എടുക്കുക. ഈ സാധനങ്ങളെല്ലാം ചേർക്കുക. യോഗേർട്ട് എടുക്കുമ്പോൾ ഗ്രീക്ക് യോഗേർട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ ഫ്ലേവറുള്ള യോഗേർട്ടുകളൊന്നും എടുക്കരുത്. ഇതാ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കണ്ട ഒരു റെസിപ്പി ആയിരുന്നത്. പക്ഷേ അന്ന് ചെയ്ത് നോക്കാൻ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ കുക്കറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്റ്റീൽ കുക്കറിൽ ചെയ്യാൻ പറ്റില്ല. അലുമിനിയം കുക്കറാണ് നല്ലത്. അതുകൊണ്ട് ഒരു അലുമിനിയം കുക്കർ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇതാ നമ്മുടെ മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കേണ്ടതുണ്ട്. ഈ ബ്രെഡ് ഉണ്ടാക്കുന്നതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ്. അതിൽ ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ആണെങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണമൊക്കെ കിട്ടും. ഓയിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചെയ്യാം. ഇല്ല എങ്കിൽ ഓരോ കപ്പ് മൈദ, ഗോതമ്പ് പൊടി അങ്ങനെയും എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കൈ കഴുകിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയാകും. നല്ലതുപോലെ കുഴച്ച് വരുമ്പോൾ മാവ് നന്നായിട്ട് ഒട്ടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മൈദ കൂടെ എടുത്തിട്ട് കുറേശ്ശെ ചേർക്കുക. ഒന്നിച്ച് 1/4 കപ്പ് മൈദ മുഴുവനായിട്ടും ചേർക്കരുത്. 1/4 കപ്പ് മൈദ കുറേശ്ശെ ചേർത്തെടുത്തിട്ട് നമ്മൾ കുഴച്ച് നോക്കാം. കുഴച്ച് നോക്കുമ്പോൾ നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ പരുവം പോലെയൊക്കെ ആയി നല്ല കയ്യിൽ പറ്റാതെ ആവുകയാണെങ്കിൽ മതിയാകും. ഞാൻ പക്ഷേ ഇതിലേക്കിപ്പോൾ 1/4 കപ്പ് മൈദ മുഴുവനായിട്ടും ചേർത്തു. പല പൊടികൾക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1-2 തവണയായിട്ട് കൈ ഇങ്ങനെ കഴുകിയതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കുന്നതിൽ മുഴുവനായിട്ടും 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഓയിൽ നേരത്തെ നമ്മുടെ ആ പാലിൻ്റെ മിക്സിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി 1 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. അതിൽ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഓയിൽ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കുഴയ്ക്കുക. ഈ ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് നമ്മൾ ഈ കുഴയ്ക്കുന്നതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കുഴച്ച് പുറം ഭാഗത്ത് ക്രാക്കൊന്നും ഇല്ലാതെ നല്ല ഒരു ബോൾ പോലെ ഉരുട്ടി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ബാക്കിയുണ്ടല്ലോ, അതുകൂടി ഇതിന് മുകളിലായിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ആ പാത്രത്തിലുമൊക്കെ തേച്ചതിന് ശേഷം നമുക്ക് ഈ ഡോ വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് അടച്ചു വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു പ്ലേറ്റ് വെച്ച് അടച്ചു വയ്ക്കുകയോ ഒരു ലിഡ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടവലിട്ട് കവർ ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഫോണിൽ അലാം വെച്ചിരുന്നാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. 30 മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചിട്ട് വീണ്ടും അടച്ചു വയ്ക്കാവുന്നതാണ്. പിന്നെ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചൂട് വെച്ച് നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് നല്ല ഡബിൾ സൈസായി കിട്ടും. അത്രയ്ക്ക് നല്ല ചൂടാണല്ലോ. പിന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഓവനിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പൊങ്ങിക്കിട്ടും മാവ് വയ്ക്കുമ്പോൾ കുറച്ച് ഓയിലൊന്ന് മുകളിൽ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം.
പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം എടുത്തു നോക്കാം. ദാ മാവ് ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ എയർ ഒന്ന് കളയണം. ഈ മാവ് ഫുള്ളായിട്ട് എയർ ആണല്ലോ, അത് കുറേശ്ശെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ മറ്റോ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ഇതിനുള്ളിൽ ആ എക്സസീവ് ആയിട്ടുള്ള ആ എയർ മുഴുവനായിട്ടും പോയി കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ കുക്കറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. 3 ലിറ്ററിൻ്റെ ഒരു അലുമിനിയം പ്രഷർ കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കുറച്ച് മൈദയൊക്കെ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ചിട്ടുണ്ട്, അടിയിൽ തീരെ പറ്റി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ കുഴച്ചെടുത്തിരിക്കുന്ന ഈ ഡോ അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നില്ല, മഞ്ഞ മാത്രം എടുത്തിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ബ്രഷ് വെച്ച് നമ്മുടെ ഈ മാവിന് മുകളിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. കുക്കർ അടയ്ക്കുക, പക്ഷേ നമ്മൾ വെയിറ്റ് ഇടാൻ പാടില്ല. അതിൻ്റെ ആ വെയിറ്റ് ഊരി മാറ്റുക. പിന്നെ നമ്മൾ അടുപ്പിൽ പഴയ ഒരു തവ വെച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിന് മുകളിലേക്ക് വേണം നമ്മുടെ ഈ കുക്കർ വെച്ച് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മുടെ ഈ വിസിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതുവഴി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കണം. നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ചൂടോടുകൂടി തട്ടിയിടാനുള്ള ശ്രമം നടത്തരുതേ. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുത്താൽ മതിയാകും. ഇനി കിട്ടും നല്ല ടേസ്റ്റുള്ള അടിപൊളി ബ്രെഡാണ്. ഈ ബ്രെഡ് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലതെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ചിക്കൻ സ്റ്റൂവോ മട്ടൺ സ്റ്റൂവോ ഏത് സ്റ്റൂ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു മധുരം കുറവുള്ള ബ്രെഡാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരത്തിൽ നമ്മൾ സാധാരണ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ബ്രെഡാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കേണ്ടി വരും. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല മധുരത്തിൽ കിട്ടും കേട്ടോ. ഈ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് ബ്രെഡും ബന്നുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഫാക്ടറി പോലൊരു സ്ഥാപനമുണ്ട്. അതുവഴി നമ്മളിങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ നല്ല മണമാണേ. അങ്ങനത്തെ ഒരു അടിപൊളി മണമാണ് നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി ബ്രെഡാണ്, നല്ല സൂപ്പർ സോഫ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ലാസ്റ്റ് വീഡിയോകളായ ഉഴുന്നപ്പവും ഉള്ളിയപ്പവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.